ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് എഴുതിയിട്ടുള്ള നവംബർ 1-ന് നമ്മൾ ഇന്ന് രാവിലെ 7:45 മുതൽ നമ്മൾ എഴുതിയിട്ടുള്ള ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് ഉടനെ തന്നെ ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇന്ന് എല്ലാവരും ഉള്ളിൽ നമ്മൾ എഴുതിയ ആൻസേഴ്സ് എത്രത്തോളം കറക്റ്റ് ആണ്, എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യാം, എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്ര വരും തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് ഡൗട്ടുകൾ എല്ലാവരും ഉള്ളിലും ഉണ്ടാവും. സോ നിങ്ങളുടെ ആൻസേഴ്സ് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസുകൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സും കമന്റ് ചെയ്യാം. അത് എത്രത്തോളം സ്കോർ നമുക്ക് ഇതിപ്പോ നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ അല്ല, നമ്മുടെ ടീം വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കീ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു വെബിനാർ പൂർണ്ണമായിട്ടും കാണാം. സോ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു വെബിനാറിലെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന്, എല്ലാ എക്സാമിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എന്താ പറയാ മാനസികമായിട്ടൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ തരാറുണ്ട്. നമ്മൾ എപ്പോഴും പറയലുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാത്രം കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമല്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ബോധർ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ അടിച്ചു പൊളിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിവേ, ഈ പരീക്ഷയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാണ്. എല്ലാ ഏരിയയിൽ നിന്നും വളരെ നല്ല ക്വസ്റ്റ്യൻസുകൾ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ കുറവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ കുറച്ച് ന്യൂമറിക്കൽ, ലെസ് ദാൻ 20 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബേസിക് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഏതെങ്കിലും ഭാഗങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏത് ഏരിയ ആയിരുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നത്, ഏത് ഏരിയ ആയിരുന്നു കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻട്രി ആപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഭൂരിഭാഗവും. അത് എക്സാക്ട് എത്ര എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഈ ഓവർസിയർ എക്സാം എന്ന് പറയുന്നത് സബ് എഞ്ചിനീയർ എക്സാമിന്റെ ഒരു റിഹേഴ്സൽ ആയിട്ട് വേണം നിങ്ങൾ കാണാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണ്. അപ്പൊ അതിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതേ പാറ്റേണിൽ വരാൻ സാധ്യതയുള്ള ഒരു മികച്ച എക്സാം ആണ് നടന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും വരുന്ന സമയത്ത് എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഇത് നമ്മൾ വേർഷൻ കോഡ് സി ആണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. വേർഷൻ കോഡ് സി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വേർഷൻ കോഡ് സി ആണ്, വേർഷൻ സി ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ വേർഷൻ കോഡിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിലേക്ക് നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ വേർഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ വേർഷൻ അനുസരിച്ചിട്ടുള്ള ആൻസർ കീ വൈകാതെ എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. എനിവേ, ഇപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സിലേക്ക് പോകാം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ചെറിയൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ടിങ് തന്നെ വന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള 0.005 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ആൻസേഴ്സിൽ എന്തെങ്കിലും കറക്ഷൻസോ നിങ്ങൾക്ക് ഒബ്ജക്ഷൻസോ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന്, ദ മാക്സിമം ലോഡ് കണക്റ്റഡ് ഇൻ എ പവർ സബ് സർക്യൂട്ട് ഓഫ് ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ സബ് സർക്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. പവർ സബ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം ലോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? ദ ഓപ്ഷൻ സി 3000 വാട്ട്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ സൈസ് ഓഫ് എ കണ്ടക്ടർ യൂസ്ഡ് ഇൻ എ പവർ കേബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്? സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ യൂസ്ഡ്, സർക്യൂട്ട് പവർ ഫാക്ടർ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, കറന്റ് ടു ബി ക്യാരിഡ്. ഏതാ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, കറന്റ് ടു ബി ക്യാരിഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് 1-2 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ അത് അവൈലബിൾ ആയിരിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
സബ് എഞ്ചിനീയർ എക്സാമിന് നമുക്കൊരു 3 മാസം കൂടി നമുക്ക് മിക്കവാറും ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിട്ട് എക്സാം നടക്കും. അതുകൊണ്ട് ഇനിയും പ്രിപ്പറേഷൻ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ് എഞ്ചിനീയർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ പാറ്റേണിലുള്ള അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ഇതുപോലെ സബ് എഞ്ചിനീയർ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉയർന്ന മാർക്ക് തന്നെ കരസ്ഥമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രി ആപ്പിന്റെ സബ് എഞ്ചിനീയർ കോഴ്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ അവിടെ കാണാവുന്നതാണ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ എക്സാമിനും വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് 86 ചോദ്യങ്ങൾ ഡയറക്ട്ലി ഫ്രം എൻട്രി ആപ്പ് ആയിരുന്നു. ഇത്തവണയും എക്സാക്ട് നമ്പർ അറിയാത്തത് കൊണ്ടാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 മെഗർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മെഗർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ദ ഇൻസുലേഷൻ റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് ഇൻസുലേഷൻ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്? ഡിക്രീസസ് ലീനിയർലി എന്നുള്ളതാണ് അല്ലെ, ഡിക്രീസസ് ലീനിയർലി എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. The EMF induced in a conductor, rotating in a bipolar magnetic field ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? തീർച്ചയായിട്ടും അത് AC ആണ് അല്ലേ. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കണ്ടക്ടർ ഇൻ റൊട്ടേറ്റിംഗ് ഇൻ ബൈപോളാർ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് അത് AC ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. The working principle of DC motor is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് അല്ലെ. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂള് എല്ലാവരും അടിച്ചുപൊളി ചെയ്യുന്നില്ലേ? യെസ്. 8ാമത്തെ ക്വസ്റ്റ്യന്, ദ ഫ്രീക്വൻസി ഓഫ് എൻ ആർമേച്ചർ കറന്റ് ഓഫ് എൻ 8-pole DC ജനറേറ്റർ ഇസ് റണ്ണിംഗ് അറ്റ് 1500 RPM എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം 120 F/P എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാവുന്നതാണ്. NS = 120 F/P എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. 8ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, in a DC machine, sparkless commutation can be achieved by using compensating winding, high resistance carbon compound brushes, interpoles. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷന് വേണ്ടി തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓൾ ദി എബവ് ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following machines having the same armature current and field current എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് അല്ലെ, സീരീസ് കണക്ഷനിലല്ലേ വരിക? യെസ്, സീരീസ് മോട്ടറിലാണ് എന്ത് വരിക? സീരീസിലായിരിക്കും വരുന്നുണ്ടാവുക സെയിം ആർമേച്ചർ കറന്റ് ആൻഡ് ഫീൽഡ് കറന്റ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യന്, ദ ഫ്ലക്സ് ഓഫ് എ DC മോട്ടോർ ഇൻക്രീസസ് ഇറ്റ് സ്പീഡ് വിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്പീഡ്? എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് അല്ലെ. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാലോ. ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ സ്പീഡ് എന്താണ്, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡിന് അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 11ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 12. ദ വാട്ട് ലിയോണാർഡ് സ്പീഡ് കൺട്രോൾ ഈസ് യൂസ്ഡ് ഇൻ ഡാഷ് കൺട്രോൾ മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർമേച്ചർ വോൾട്ടേജ് ആണ് അല്ലെ. ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് ആണ് വാട്ട് ലിയോണാർഡ് സ്പീഡ് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ 2 kVA ട്രാൻസ്ഫോമർ ഹാസ് അയൺ ലോസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുൾ ലോഡ് കോപ്പർ ലോസും തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് എഫിഷ്യൻസി ഇസ് മാക്സിമം വെൻ ദ ടോട്ടൽ ലോസ് എന്താണെന്നാണ്. ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒക്കെ സൊല്യൂഷൻ, ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ ആൻസർ കിട്ടിയ ആളുകളൊക്കെ കമന്റ് ചെയ്യട്ടോ. റൈറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 പറഞ്ഞിരിക്കുന്നത്, പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി നിയർ ടു എന്താണ്? 100% ആണ് അല്ലെ. നിയർ ടു 100% ആണ് അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. പവർ ട്രാൻസ്ഫോമർ ഡിസൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം എഫിഷ്യൻസി നിയർ ടു 100% തന്നെയാണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത്, ഇൻ എൻ ആൾട്ടർനേറ്റർ ദ സിങ്ക്രണസ് റിയാക്ടൻസ് റെപ്രസെന്റ് റിയാക്ടൻസ് അറ്റ് സിങ്ക്രണസ് സ്പീഡ്, ലീക്കേജ് റിയാക്ടൻസ്, അതേപോലെ തന്നെ എക്സൈറ്റേഷൻ ഫീൽഡ് റിയാക്ടൻസ്, നൺ ഓഫ് ദി അബോവ് ആണ്. 15ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി, ലീക്കേജ് റിയാക്ടൻസ് ആൻഡ് ആർമേച്ചർ റിയാക്ടൻസ് ആണ്. നമുക്ക് 16ാമത്തെ നോക്കാം. 16ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ്
16ാമത്തെ അല്ല 17. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് നോക്കാം. Which of the following pitch factor for 36 stator slot per 4 poles എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 poles alternator of coil span 1 to 7 ആണ്. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോസ് 30ന്റെ വാല്യൂ ആണ്, കോസ് 30 ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 0.866 ആയിരിക്കും വരുന്നുണ്ടാവുക. Now let's move on to the next question. Question number 18. 18 DC shunt motor can run above its rated speed അല്ലേ. above its rated speed എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് DC shunt motor can run ചെയ്യുക? Inserting a resistance in its field circuit അല്ലേ. Inserting a resistance in its field circuit ആണ്. Now let's move on to the question number 19. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസിന് വേണ്ടി നിങ്ങൾക്ക് എൻട്രി ആപ്പ് റെഫർ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 19ാമത്തെ ക്വസ്റ്റ്യൻ 19. Question number 19. A 3-phase 4-pole 400 volt 58 inductance motors runs at 1440 rpm. The frequency of the rotor induced EMF എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ ഡി 2 ഹെഡ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The voltage per turns in the primary winding of a 1000 volt bar 2050 single phase transformer is 20യുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 4 വോൾട്ട് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 4 വോൾട്ട് ആണ് 20യുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Now let's move on to the question number 21. The primary of a single phase transformer having turns ratio 1:2 is connected to a 20 volt DC supply and secondary connected to 10 ohm resistor. Then the current through the resistor ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 21ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആയിരിക്കും വരുന്നുണ്ടാവുക. കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവോ? ഇല്ല. നെക്സ്റ്റ് 22. The starting torque of an induction motor will maximum when it slip at C. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 വരുന്ന സമയത്താണ്. ഓക്കെ, now next question number 23. Question number 23ന്റെ ആൻസർ which of the following method is used to start the synchronous motor എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ഡാമ്പർ വൈൻഡിങ്, DC മോട്ടോർ, AC മോട്ടോർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിങ്ക്രണസ് മോട്ടോർ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമുക്ക് മെത്തേഡ്സിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ 23ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 24. The speed of synchronous motor can be changed by changing its. Question number 24 ആണ്. 24 ഓപ്ഷൻ എ ആണ്. സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിങ്ക്രണസ് the speed of synchronous motor can be changed. Okay, next 25 ആണ്. 25 which of the following machine can be run as a synchronous condenser? എല്ലാവർക്കും അറിയാലോ എന്താണ് സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് ഏതാ വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി സിങ്ക്രണസ് മോട്ടോർ ആണ് സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, now let's move on to the next question number 26. For the same rupturing capacity, the actual current be interrupted in HRC is 26. 26ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 26ന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് 26ന്റെ ആൻസർ. Now let's move on to the next question 27. Which device operate the first when fault occurs in a high voltage transmission line ആണ് 27. ഓപ്ഷൻ ബി റിലേ ആയിരിക്കും ആദ്യം ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റൈറ്റ്. നമ്മൾ പവർ സിസ്റ്റം പ്രൊട്ടക്ഷനിൽ പഠിച്ച കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. An isolator means എന്താണ് ഐസൊലേറ്റർ മെന്റ് ഫോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 28. 28ന്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബ്രേക്കിംഗ് ദ സർക്യൂട്ട് അണ്ടർ നോ ലോഡ് കണ്ടീഷൻസ് എന്നുള്ളതാണ്. 29 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29. 29 a transmission line has span of 100 meter, weights 200 kilogram per kilometer, is at the same level. The tension in the conductor is 1000 kilogram. Then the sag is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 29ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 0.25 മീറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ. 30 ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബുച്ചോൾസ് റിലേ is a ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 31. In 3-phase system, what is the minimum number of relays used to detect the face to face fault എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 31ന്റെ ആൻസർ എന്താണ്? മിനിമം 2 ആണ് അല്ലേ. 3-phase മിനിമം നമ്പർ ഓഫ് റിലേസ് യൂസ് ടു ഡിറ്റക്ട് ഫേസ് ടു ഫേസ് ഫോൾട്ടിന് വേണ്ടി 2 മിനിമം ആണ് അല്ലേ. 31ന്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് 32.
32. Mesprice protection. എല്ലാവർക്കും അറിയാലോ mesprice protection എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. 33. What is the short circuit KVA in a system if the percentage reactance up to the fault point is 20% and the base KVA is 20,000? 33 ആൻസർ എന്താ വരുന്നത്? 33 ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി. Let's move on to the next question. The highest transmission voltage in India. ഇന്ത്യയിലെ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എത്രയാണ്? 34. 34ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 765 കിലോ വോൾട്ട് ആണ് ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഉണ്ടാവും. നെക്സ്റ്റ് 35. 35. If 3 megawatt power is to be transmitted over a distance of 30 kilometer, the desirable transmission voltage will be എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 35ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 33 kilovolt ആണ് correct ആയിട്ടുള്ള ആൻസർ. Move on to the next question, question number 36. Coronal loss can be reduced by the use of the hollow conductance because and the reason എന്താണ്? For a given cross section the radius of the conductor is increased ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് correct ആയിട്ടുള്ള ഓപ്ഷൻ. Question number 37. 37 പറഞ്ഞിരിക്കുന്നത് 37 the skin effect of a conductor reduces with the increase in 37ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 37 ഓപ്ഷൻ ബി ആണ്. Move on to next question 38. If the frequency of a transmission system is changed from 50 Hz to 100 Hz, അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു, then the string efficiency ആണ് ചോദിച്ചിരിക്കുന്നത്. String efficiency automatically എന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യും. String efficiency will increase. 39 നോക്കുക. For a median length transmission line, the constant A is 39 ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഈക്വൽ ടു ദ കോൺസ്റ്റന്റ് ഡി ആയിരിക്കും വരിക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 40. Which of the following is neglected while analyzing short transmission line എന്നുള്ളതാണ്. എന്താണ്? ഷണ്ട് അഡ്മിറ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. Dash substance show magnetic properties strongly when subjected to a magnetizing force. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഷോ ചെയ്യുന്നത്. ഓക്കെ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല ചോദിച്ചിരുന്നത്, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ എന്താണ്? 8.854 into 10 raised to minus 12 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 43. The power factor of RLC series circuit at resonance. നമ്മൾ കഴിഞ്ഞ ഷോർട്ട് കട്ട് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അറ്റ് റെസൊണൻസിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും അല്ലെ? 43D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 44. Dash provides a method for determining the direction of induced EMF. ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ നമ്പർ 44 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. ക്വസ്റ്റ്യൻ നമ്പർ 45 let L1 and L2 be the coefficient of self-inductance of two coils. M is the mutual inductance between the coil. Phi1 is the flux produced by one coil due to current I flowing in it, and Phi2 is the flux linking with the other coil. Then the equation for coefficient of coupling ആണ് ചോദിച്ചിരിക്കുന്നത്. coefficient of coupling നമ്മൾ ഡിസ്കസ് ചെയ്ത 1 ആണ്. കേണ്ട വാല്യൂ എന്താണ്? M divided by root of L1 into L2 ആണ് അല്ലേ? Question number 46. The EMF induced in a straight conductor of length 1 meter when it is moved at right angles to uniform field of 2 Weber per meter square at the speed of 0.5 meter per second is 46. 46 in the answer option D ആണ് right answer. Move on to next question 47. An AC voltage wave is expressed as E is equal to 300 sin 314t ആണ്. What is its frequency എന്നാണ് ചോദിച്ചിരിക്കുന്നത് 47. 47 നിങ്ങൾക്ക് അറിയാം ഈ ഒരു വാല്യൂ ഒമേഗന്റെ വാല്യൂ 2πft ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് 314t ആയിട്ട് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 48. Two alternating quantities are added. എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുക? all of you know that you can add it using vectorial ആണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 49. Dash is an integrating instrument എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആംപിയർ ഹവർ മീറ്റർ ആണ് ഒരു ഇന്റഗ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. ഓക്കെ. ഡാഷ് ഇസ് എൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ 3-phase പവർ മെഷർമെന്റ് ബൈ 2 watt meter method, one of the watt meter reads 0. What is the power factor of the load എന്നാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും 0.5.
ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ എക്സാമിൽ ചോദിച്ചിട്ടുള്ള വേർഷൻ കോഡ് സിയിലുള്ള ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഈവനിങ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒട്ടും സമയമില്ല. ഈ എക്സാം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത്. നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം ഇനിയും വലിയ വലിയ എക്സാമുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. 3-ാം തീയതിയൊക്കെ ഓവർസിയർ ഗ്രേഡ് 2 എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. സോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സബ് എഞ്ചിനീയറിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 3 മാസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ പഠനം ആരംഭിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത 50 ക്വസ്റ്റ്യൻസിൽ എബവ് 45+ ക്വസ്റ്റ്യൻസും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് എൻട്രി ആപ്പിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. So second part നമുക്ക് ഇന്ന് ഈവനിങ് ഡിസ്കസ് ചെയ്യാം. Okay, so that's all for today. Thank you for listening. Have a nice day.